എൻ്റെ പേര് അനുപമ എന്നാണ്. ഞാൻ ബിടെക് പഠിച്ചത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരിലാണ്. അതിന് ശേഷം ഞാൻ എംടെക് എടുത്തത് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്ത്. എംടെക് സ്പെഷ്യലൈസ് ചെയ്തത് പവർ സിസ്റ്റത്തിലാണ്. അപ്പോൾ അതുവരെയുള്ള സമയങ്ങളിൽ ഞാൻ PSCയെ പറ്റി കൂടുതൽ അവെയർ ആയിട്ടുണ്ടായിരുന്നില്ല. എംടെക് ഒക്കെ കഴിഞ്ഞ സമയത്ത് പിന്നീട് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സബ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നുണ്ട് എന്ന് കേട്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബിടെക് നമ്മൾ ഇലക്ട്രിക്കൽ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും KSEB ആയിരുന്നു. അത് എൻ്റെ അച്ഛനാണെങ്കിലും ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ജോബായിരുന്നതുകൊണ്ടും എൻ്റെ കസിൻസ് എല്ലാം KSEBയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ടും എനിക്കതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ ബിടെക് ഇലക്ട്രിക്കൽ തന്നെ ചൂസ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് വിളിച്ച സബ് എഞ്ചിനീയർ ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. കാരണം ഞാൻ ബിടെക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നാളായിട്ട് ഈ ഇലക്ട്രിക്കൽ എടുത്ത എല്ലാ ആളുകളും ഈ ഒരു ജോബ് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഏകദേശം ഒരു 10 വർഷത്തോളമായി നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് 2021 ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ഒരു ഡ്രീം ജോബ്, മറ്റുള്ള ജോബിനേക്കാളും നമ്മൾ എടുത്ത കോഴ്സിന് നമ്മൾ ഇത് തന്നെ വേണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ബിടെക് ചൂസ് ചെയ്തത് പോലും. അപ്പോൾ നമ്മുടെ ഒരു ഡ്രീം ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും അത് അച്ചീവ് ചെയ്യണം, എങ്ങനെയെങ്കിലും ആ ജോലിയിൽ എത്തിപ്പെടണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഞാനൊരു 8 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്. അതുപോലെ നമ്മളിപ്പോൾ വിവാഹിതയായിട്ടുള്ളൊരു സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഫാമിലി അവരുടെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രശ്നമുണ്ട്. അത് കൂടാതെ അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊരു മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതൊരു ടാസ്ക്കാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ സാധ്യമല്ലാത്ത ഒരു കാര്യവും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ അടുത്ത് ഇലക്ട്രോൺ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ഇങ്ങനെ ഓഫ്ലൈനായിട്ട് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് അറിഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ സാറ്റർഡേ സൺഡേസിൽ അവിടെ ക്ലാസ്സസ് ഉണ്ട്, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്തു. അപ്പം അതുവരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതാൻ പോകുന്ന ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് PSC എക്സാം ആണ്. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് ഈ PSCക്ക് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു അവയർനെസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏത് ലെവൽ പ്രിപ്പറേഷനാണ് നമുക്ക് ഇതിന് ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നതിൽ എന്തൊക്കെ പോരായ്മകളായിരുന്നു ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെയുള്ള അറിവ് കിട്ടിയത്. അതുമല്ല അവിടെ നമുക്ക് ഓരോ വീക്കിലും നമുക്ക് മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യായിരുന്നു. ആ സമയത്ത് ഓരോ സബ്ജക്ട്സിന്റെ മോക്ക് എക്സാംസ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിന് പ്രിപ്പയർ ചെയ്തിട്ട് മാക്സിമം അത് നന്നായി പഠിച്ചെഴുതാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചെഴുതുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ നെഗറ്റീവ്സ് വരുന്നത്, ഏത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നത്, അതിനകത്ത് വീണ്ടും വർക്ക് ചെയ്യും. ആ തെറ്റുപറ്റിയത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഫാക്കൽറ്റിയോട് തന്നെ നമ്മൾ ചോദിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ സമയം ക്ലാസ്സുകളൊക്കെ വീഡിയോ ഓണൊക്കെ ആക്കിയിട്ടായിരുന്നു നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആയിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാക്സിമം കേൾക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കോളേജ് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ സമയത്തും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വേണം. നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സാധാരണ നമ്മൾ എഴുതുന്ന നോട്ട്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കുന്ന നോട്ട്സ് ഒരിക്കലും നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ അത്രയും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നമ്മുടെ തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതിൻ്റെ കൂടെ തന്നെ കുറേ എക്സാംസ് ചെയ്ത് നോക്കണം. അതായത് പ്രീവിയസ്ലി നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് നമുക്ക് ഇലക്ട്രോണിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബുക്സ് ഉണ്ടായിരുന്നു, അത് വെച്ച് പ്രിപ്പയർ ചെയ്യായിരുന്നു. അല്ലാതുള്ള എക്സാംസിൻ്റെ ഒക്കെ നമുക്ക് നെറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അതൊക്കെ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അതൊക്കെ OMR ഷീറ്റ് തന്നെ വാങ്ങി അതിൽ ബബിൾ ചെയ്തിട്ട് ഒരു എക്സാമിൻ്റെ ഒരു 1 hour സെറ്റ് ചെയ്തിട്ട് തന്നെ എക്സാംസ് ഒക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു. അതൊക്കെ ലാസ്റ്റ് എക്സാം ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കുറച്ചധികം ഡ്യൂറേഷൻ ഇത് വരും. അതായത് എക്സാം വിളിക്കണം, എക്സാം നടക്കണം, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക,
പിന്നെ റാങ്ക് ലിസ്റ്റ് വരും, അതായത് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇതെല്ലാം കൂടെ ഒരു 2-3 years നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പുറത്തുനിന്നൊക്കെയുള്ള പ്രഷറുകൾ വരും, എന്താ ജോലിയൊന്നും ആയില്ല, അങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹത്തിനൊരു ഫലം ഒരു ദിവസം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഒരു ദിവസം നമുക്ക് ഫൈനലി ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും വേണം. അങ്ങനെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം പുറത്തുനിന്ന് എന്ത് നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാലും നമ്മുടെ കുടുംബമോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരും നമുക്ക് സപ്പോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ഓവർകം ചെയ്യാം. എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത് ഒരു ഫാമിലി ഉള്ള, അതായത് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാര് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി അങ്ങനെ നമ്മൾ മുൻവിധി എഴുതി വെക്കേണ്ട കാര്യമല്ല. ടെക്നിക്കൽ എക്സാമിനൊക്കെ തുടങ്ങുന്ന സമയത്ത് പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടാവും, പല അഭിപ്രായങ്ങളും നമ്മുടെ മുമ്പിലുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവസാനം ഒരു റിസൾട്ട്